ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സബഅ നശിപ്പിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് പറഞ്ഞത് അല്ലേ. ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ എന്ന് തുടങ്ങി ഫഅർസൽനാ അലൈഹിം സൈലൽ അരിം വബദ്ദൽനാഹും ബിജന്നതൈഹിം ജന്നതൈനി ദവാതൈ ഉക്ലിൻ ഖംതിൻ വഅസ്ലിൻ വശൈഇൻ മിൻ സിദ്രിൻ ഖലീൽ. അതാണ് പറഞ്ഞത്. അവിടെ പിന്നെ ഉക്ലിൻ ഖംത്ത് ഒരുതരം മരമാണ്, അല്ലെങ്കിൽ വളരെ തിന്നാൻ കഴിയാത്ത കയ്പുള്ള ഭക്ഷണമാണ്, അല്ലെങ്കിൽ ആ കയ്പുള്ള ഒരു തരം മരം. പിന്നെ അസൽ എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ വേറൊരു മരം, മരുഭൂമിയിലുള്ള മരം നമ്മളതിനെക്കുറിച്ച് പറഞ്ഞു. മരുഭൂമിയിൽ അതിൻ്റെ പ്രത്യേകത, അത് മരുഭൂമിയിൽ തഴച്ച് വളരും. അപ്പോൾ പിന്നെ മഴ പ്രത്യേകിച്ച് കിട്ടിയിട്ടെങ്കിൽ മഴവെള്ളമൊക്കെ വലിച്ചു പിടിച്ചിട്ട് അങ്ങനെയുള്ള, എന്തായാലും അത് മനുഷ്യന് ഭക്ഷ്യയോഗ്യമല്ല. സമ്പൽ സമൃദ്ധമായ ധന്യമായ സസ്യശ്യാമളമായ ഒരു നാടിനെ അള്ളാഹു തുടച്ച് നീക്കിയിട്ട് പകരം കൊടുത്തതാണത്. അത് രണ്ടും ഭക്ഷ്യയോഗ്യമല്ല. ഭക്ഷ്യയോഗ്യമായത് പിന്നെ അതിലുള്ളത് സിദറുൻ വശൈഉം മിൻ സിദ്രിൻ ഖലീൽ എന്നാണ്. സിദറാണ്, അതും ഇലയും മരം തിന്നാൻ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ കായയാണ്, കായ പഴുത്താലാണ് തിന്നാൻ പറ്റുക. അതിന് അള്ളാഹു അതിൽ നൽകിയത് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് വശൈഉം മിൻ സിദ്രിൻ ഖലീൽ എന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ അതൊക്കെ മനുഷ്യന്മാരെ ആലോചിക്കാനാണ്. തിന്നാൻ പറ്റാത്തതും ഉപയോഗക്ഷമമല്ലാത്തതും തിന്നാൻ പറ്റിയതിൻ്റെയൊക്കെ സ്ഥാനത്ത് അള്ളാഹു നൽകി. ഇനി തിന്നാൻ പറ്റിയത് അതിലുണ്ടെങ്കിൽ തന്നെ അതെപ്പോഴെങ്കിലും കിട്ടുന്നതാണ്, അതും വളരെ ദുർലഭമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മനുഷ്യന്മാരെ ആലോചിക്കാൻ അള്ളാഹിൻ്റെ ഓരോ പ്രയോഗമാണത്. അവിടെ ആ വശൈഉം മിൻ സിദ്രിൻ ഖലീൽ എന്ന് അള്ളാഹു പ്രയോഗിക്കുമ്പോൾ പച്ചക്കറികൾ, കായ്കനികൾ, ഫലങ്ങൾ, പഴങ്ങൾ ഇതുകൊണ്ട് ജീവിച്ചിരുന്നൊരു വിഭാഗം ആളുകൾ അവർ അള്ളാഹിൻ്റെ നിയമത്തിന് നന്ദികേട് കാണിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ദാലിക ജസൈനാഹും ബിമാ കഫറു വഹൽ നുജാസി ഇല്ലൽ കഫൂർ. ദാലിക ജസൈനാഹും ബിമാ കഫറു. ദാലിക എന്ന് പറഞ്ഞാൽ എന്താ? അത് എന്ന് പറഞ്ഞാൽ എന്താ? അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശിക്ഷ അവർക്ക് 2 തോട്ടങ്ങൾക്ക് പകരം ഇങ്ങനെ വബദ്ദൽനാഹും ബിജന്നതൈഹിം എന്നറില്ലേ, ആ 2 തോട്ടങ്ങൾക്ക് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയായി നൽകിയ ഈ സംഗതി അതാണ് ഇത്. ദാലിക് ജസൈനാഹും എന്ന് പറഞ്ഞാൽ നാം അവർക്ക് പ്രതിഫലം നൽകിയതാണ്. ജസൈനാഹും ബിമാ കഫറു. ബി എന്ന് പറഞ്ഞെങ്കിൽ ബ സബബിയാണ്, കാരണം എന്നർത്ഥത്തിൽ. മാ എന്ന് പറഞ്ഞാൽ മസ്ദരിയാണ്. മസ്ദരിയ എന്ന് പറഞ്ഞെങ്കിൽ ബിമാ കഫറു എന്ന് പറഞ്ഞാൽ ബി കുഫ്രിഹിം അവരുടെ കുഫ്ർ കാരണത്താൽ. മാ കഫറു മാ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ മസ്ദരിയ എന്ന് പറയും. അതിനുശേഷം കഫറു ക്രിയ വന്നാൽ ഈ മായും ക്രിയയും കൂടി ക്രിയാധാതുവിൻ്റെ അർത്ഥമാണ്. അപ്പം മാ കഫറു എന്ന് പറഞ്ഞാൽ അവരുടെ കുഫ്ർ കുഫ്റുഹും ആണ് അവരുടെ കുഫ്ർ. ബി എന്ന് പറഞ്ഞാൽ അത് കാരണത്താൽ, ബിമാ കഫറു അവരുടെ കുഫ്ർ കാരണത്താൽ ജസൈന നാം പ്രതിഫലം നൽകി ഹും അവർക്ക്. എന്ത് പ്രതിഫലം നൽകി? ദാലിക. ഈ ദാലിക എന്ന് പറഞ്ഞെങ്കിൽ ജസൈന ഹും ദാലിക, അതിനെ അവർക്ക് നാം പ്രതിഫലം നൽകി. ഇത് മഫ്ഊലായിട്ട് കർമ്മമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനെ നാം അവർക്ക് പ്രതിഫലമായി നൽകി. ഈ അതിനെ മഫ്ഊല് വരിക എവിടെ എപ്പോഴും എങ്ങനെ? ഫേല് ക്രിയ പറഞ്ഞ് പിന്നെ കർത്താവ് പറഞ്ഞതിന് ശേഷമല്ലേ വരിക. പക്ഷേ ഇതിനെ മുന്തിപ്പിച്ച് ദാലിക്ക. അതെന്തിനാ? ആ ദാലിക്കൻ്റെ വിഷയം ശരിക്കും ആലോചിക്കാൻ. ദാലിക്ക ഇങ്ങനെ ഒരു മുസീബത്ത് ശിക്ഷയായിട്ട് അവർക്ക് വന്നല്ലോ, അത് നാം അവർക്ക് നൽകിയ പ്രതിഫലമാണ്. മഫൂലായിട്ടും പറഞ്ഞിട്ടുണ്ട്, മുബ്തദയായിട്ടും പറഞ്ഞിട്ടുണ്ട്. മുബ്തദയായിട്ടും പറഞ്ഞിട്ടുണ്ട്. ദാലിക ജസൈനാഹും അവർക്ക് നാം അതിന് പ്രതിഫലമായി നൽകി.
അല്ലെങ്കിൽ നാം അവർക്ക് നൽകിയ പ്രതിഫലമാകുന്നു അത് ബിമാ കഫറു. ഈ കുഫുർ എന്താ? കുഫുർ ശരിക്കെന്താ? സത്രാണ്. സത്ര എന്ന് പറഞ്ഞാൽ എന്താ? മറക്കലാണ്. ഇവിടെ കുഫുർ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിച്ചിട്ട്, നന്ദി കാണിക്കുന്നതിന് പകരം അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിക്കുക. നന്ദി കാണിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്തായി? നിയമത്തിനെ തമസ്കരിക്കലായി. നന്ദി കാണിക്കാതെ അനുഗ്രഹങ്ങളെ തമസ്കരിക്കുക, അതാണ് ഇവിടുത്തെ കുഫർ. ദാലിക ജസൈനാഹും ബിമാ കഫറു. അവർ നന്ദികേട് കാണിച്ചതിനാൽ, അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതെ ഒരാൾ ഭക്ഷണം കഴിച്ചിട്ട് പള്ളർച്ച കഴിച്ച് അൽഹംദുലില്ലാ എന്ന് പറയുന്നില്ലെങ്കിൽ ഒരു തരത്തിൽ അതെന്താണ്? ഞാൻ തിന്നത് പഠിച്ചവന് നിയമത്തല്ല എന്ന് പറയുന്നത് പോലെയാണ്. ഒരു തരത്തിൽ ഞാൻ കഴിച്ച അൽഹംദുലില്ലാ എന്ന് പറയണം. ഒരാളങ്ങനെ അൽഹംദുലില്ലാ എന്ന് പറയുന്നില്ലെങ്കിൽ, അൽഹംദുലില്ലാ പറയണത് എന്തുകൊണ്ടാണ്? ഇത് പഠിച്ചവൻ തന്നതാണ് ഞാൻ തിന്നത്, പഠിച്ചവൻ തന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നീച്ചിക്കണത് എന്നുള്ള ഒരു ബോധമുള്ളതുകൊണ്ടാണല്ലോ അള്ളാഹ്ക്ക് അൽഹംദുലില്ലാ പറയുന്നത്. ഒരാൾ അങ്ങനെ അൽഹംദുലില്ലാ പറയുന്നില്ല എങ്കിൽ അത് ഈ നിയമത്തിന് എന്താണ്? ഒരു മറക്കലാണ്. ഇവിടെ അവരുടെ മറക്കലിൻ്റെ ഉദാഹരണം നമുക്ക് ഇനി ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനിയും പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ പറയുന്നുണ്ട്, അവിടെ അത് നമുക്ക് മനസ്സിലാക്കാം, അവിടെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവരുടെ കുഫർ അത് കാരണത്താലാണ് ഇവർക്ക് ഈ പ്രതിഫലം നൽകിയതാണ്. അവിടെ കുഫ്റു നിഅമ, അനുഗ്രഹത്തെ നന്ദി കാണിക്കാതെ തമസ്കരിച്ചു. ഇനി പറയാണ്, അല്ല കുഫർ അനുഗ്രഹങ്ങളെ നിരാകരിക്കൽ മാത്രമല്ലല്ലോ, മറക്കൽ മാത്രമല്ലല്ലോ കുഫർ എന്താ? യഥാർത്ഥ കുഫർ എന്താ? കുഫർ അള്ളാഹുവിനെ തന്നെ, സൃഷ്ടാവായ അന്നദാതാവായ നിയന്താവായ അള്ളാഹുവിനെ തന്നെ നിഷേധിക്കുക. ആ കുഫർ ഉണ്ടല്ലോ. ആ കുഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ സബഅ് ഗോത്രാണ്. സബഅ് ഗോത്രം ആരെ ആരാധിച്ചിരുന്നത്? അള്ളാഹുവിനെ ആരാധിച്ചിരുന്നത് അല്ല. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം അവിടേക്ക് നബിയായി നിയോഗിക്കുന്നത് വരെ ആരാധിച്ചിരുന്നത് സൂര്യനെ ആയിരുന്നു. അപ്പോൾ അവർക്ക് ആ കുഫറുണ്ട്, രണ്ട് കുഫറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കുഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുഫറിൻ നിഅമയാണെന്നും അതല്ല കുഫറും ബില്ല, അള്ളാഹുവിനുള്ള കുഫറാണ് എന്നൊക്കെ തഫ്സീറിൽ കാണാം. എന്തായാലും അവർ കുഫറിൻ്റെ ആളുകളായിരുന്നു. അത് കാരണത്താലാണ് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രതിഫലം നൽകിയത് ശിക്ഷയായി. വഹൽ നുജാസി ഇല്ലൽ കഫൂർ. എന്താ? അള്ളാഹു ചോദിക്കുകയാണ്, ഹൽ നുജാസി ജാസ എന്ന് പറഞ്ഞാൽ അതാണ് മുജാസാത്ത്, പ്രതിഫലം നൽകുക തന്നെ. ജാസ എന്നുള്ള ക്രിയയിൽ നിന്നാണ്. ജസയും ജാസയും ഒക്കെ ഒരുപോലെ തന്നെ. ഇവിടെ ജാസ, യുജാസി, നുജാസി. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നാം, നുജാസി എന്ന് പറഞ്ഞാൽ നാം ശിക്ഷയെ പ്രതിഫലമായി നൽകും. അതാണ് നുജാസിൻ്റെ അർത്ഥം. അതിൻ്റെ മുമ്പിൽ ഹല്ല് വന്നു. ഹൽ നുജാസി, നാം ശിക്ഷ പ്രതിഫലമായി നൽകുമോ? ചോദ്യം, നൽകുമോ? ഇല്ലൽ കഫൂർ. എന്താ അൽ കഫൂർ? ഇല്ലൽ കഫൂർ. കഫൂർ എന്ന് പറഞ്ഞാൽ കാഫിർ എന്നതിൻ്റെ അഗാധാർത്ഥ പ്രയോഗമാണ്. കാഫിർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ അല്ലേ, അവിശ്വസിച്ചവൻ നന്ദി കെട്ടവൻ, അതാണ് കാഫിർ. അതിൻ്റെ അഗാധാർത്ഥ പ്രയോഗമാകുമ്പോൾ ഏറ്റവും കുഫറിൻ്റെ വക്താവ്, ഏറ്റവും നന്ദി കെട്ടവൻ, ഏറ്റവും കടുത്ത നിഷേധി ആണ് കഫൂർ. ഇവിടെ അള്ളാഹു ചോദിക്കുകയാണ്, ഹൽ നുജാസി ഇല്ലൽ കഫൂർ. അൽ കഫൂറിനല്ലാതെ നാം ശിക്ഷ പ്രതിഫലം നൽകുമോ എന്ന് ചോദിച്ചാൽ അത് ചോദ്യം എന്തിനാണ്? ചോദ്യം നിരാകരിക്കാനല്ല, പിന്നെയോ ഇഖ്റാർ, തഖ്രീർ, അത് സ്ഥിരീകരിക്കാനാണ്. നമ്മളുടെ ശിക്ഷ കൊണ്ടുള്ള പ്രതിഫലം ആർക്ക് മാത്രമാണ്? അൽ കഫൂറിന് മാത്രമാണ്. നന്ദികേട് നന്നായി ഉള്ളവൻ അല്ലെങ്കിൽ അവിശ്വസിച്ച കടുത്ത നിഷേധി, അവനോടാണ് നമ്മുടെ ശിക്ഷയുടെ പ്രതിഫലം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വിശ്വാസികൾ അവരിൽ അറിയപ്പെട്ടിട്ടില്ല, അല്ലെങ്കിലും അവർ മാറി. ശിക്ഷ വരുമ്പോഴത്തേക്ക് അവർ മാറി. ആ മാറിയത് തന്നെ അവർക്ക് ശിക്ഷയാണ്. ഈ അണ പൊട്ടുന്നതിൻ്റെ മുമ്പ് അവർ മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ അവരുടെ ചരിത്രം നമ്മൾ വായിക്കണത്. അതന്നെ ഇവിടുന്ന് വരുന്നത്. അള്ളാഹു പറയണ്ടല്ലോ, മസ്സഖ്നാഹും കുല്ല മുമസ്സഖ് എന്ന് പറയില്ലേ? അവിടെ നമ്മൾ പറയും അതിൻ്റെ ഉദാഹരണം എന്താണെന്ന്. ഇവരെ ആശ്രയിച്ചിരുന്നത് ഈ അണയെയാണ്. പക്ഷേ പിന്നെ അണ ഉണ്ടല്ലോ, അത് വലിയ, നമ്മളതിൻ്റെ വലിപ്പം അതൊക്കെ പറഞ്ഞേ, അത് തകരാൻ പോവുകയാണ്. അതവർ കാണുകയാണ്.
അതോട് കൂടിയിട്ട് അതിനെ മാത്രം ആശ്രയിച്ച് യാതൊരു നയിപ്പുമില്ലാതെ സമൃദ്ധമായിട്ടുള്ള ജീവിതമായിരുന്നു. ഒരു പ്രാണി പോലും ആ നാട്ടിലേക്ക് ചെല്ലൂല എന്നാണ്. പ്രാണി അവിടുത്തെ ശുദ്ധവായു കാരണത്താൽ ഏതെങ്കിലും ഒരു പ്രാണി അവിടേക്ക് പാറി എടുക്കുകയാണെങ്കിൽ അത് ചത്തുപോകുമായിരുന്നു എന്നാണ്. ഈ പിന്നെ മോശ കാലാവസ്ഥയിൽ വളരുന്ന പ്രാണികളുണ്ടല്ലോ, അതിനുപോലും അവിടേക്ക് സമീപിക്കാൻ പറ്റിയിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനത്തെ അവസ്ഥയിൽ അവരെവിടേക്കെങ്കിലും പോവുമോ? അവർ ആ അണയെ ആശ്രയിച്ച് ഈ തോട്ടങ്ങളെ ആശ്രയിച്ച് സമ്പൽ സമൃദ്ധമായിട്ട് കഴിയുന്നവരായിരുന്നു, റഹ്മക്കല്ല ആളുകളായിരുന്നു. പക്ഷേ അവർക്ക് ബോധ്യപ്പെടുകയാണ്, ഈ ചരിത്രങ്ങൾ കാണുന്നത് എന്താണ്, എലികൾ വന്ന് പിന്നെ മേയുന്നതാണ് എവിടെ, ഈ അണയിൽ. അപ്പോൾ അതോട് കൂടിയിട്ട് ജലം പിന്നെ നിർഗളിക്കുന്നത്, ഏത് സമയവും ഇത് പൊളിയാം എന്നൊരവസ്ഥ വരുമ്പോൾ അവരെന്ത് ചെയ്യാണ്, അവർ എന്താണ് ഇവിടെ ഷദറ മദർ എന്നാണ്, അല്ലെങ്കിൽ മസ്സഖ്നാഹും കുല്ല മുമസ്സഖ് എന്നാണ്. ഞാൻ അതിൻ്റെ ഉദാഹരണം പറയാം. അതുകൊണ്ടാണ് ഈ അറേബ്യൻ ഗോത്രങ്ങളൊക്കെ എന്ത് ചെയ്തത്, ഔസ് ഖസ്റജ് മദീനത്തെത്തിയത്, ഖുസാ തിഹാമയിലെത്തിയത്, ഇങ്ങനെ അവർ ശിഥിലമായി. നമ്മൾ തുടക്കത്തിൽ സബയിൻ്റെ ചരിത്രം പറഞ്ഞില്ലേ, സബ ആരാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ സബ ഗോത്രങ്ങളെക്കുറിച്ച്. അവരൊക്കെ പിന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളായി ഒന്നിച്ചൊരിടത്ത് കഴിയുന്ന ആളുകൾ ഒന്നായിട്ട് എന്ത് ചെയ്ത് ശിഥിലീകരിക്കപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഇതിൽ ഒഴുക്കിൽ പോയിട്ടില്ല. പക്ഷേ അവർക്ക് ഒഴുക്കിൽ പോയത് എന്താണ്, അവരുടെ മുഴുവൻ ഈ അവരുടെ ഈ ജലസമ്പത്തും പിന്നെ അവരുടെ ഈ തോട്ടങ്ങളും. വഹൽ നുജാസി ഇല്ലൽ കഫൂർ. ഇവിടെ അള്ളാഹു പിന്നെ ശിക്ഷ കൊണ്ടുള്ള പ്രതിഫലം അതാണ്, ജസാ അൽ നുജാസി ഇല്ലൽ കഫൂർ. പറ്റ നന്ദി കെട്ടവനല്ലാതെ ശിക്ഷ കൊണ്ട് അള്ളാഹു പ്രതിഫലം നൽകില്ല എന്നാണ്. അള്ളാഹിൻ്റെ പ്രതിഫലം ശിക്ഷ കൊണ്ടുള്ളത് അവർക്ക് മാത്രമാണ് എന്നുള്ളത് അള്ളാഹു സ്ഥിരീകരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ആ നന്ദികേടിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഈ സബ ഗോത്രം. അത് പിന്നെ ഈ അൽ കഫൂർ എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്, അതിൻ്റെ മറ്റൊരു ഉദാഹരണം പറയാണ് എങ്ങനെയാണ് അവർ എന്നുള്ളത്. എന്താ അവർക്ക് അള്ളാഹു നൽകിയ മറ്റൊരു അനുഗ്രഹം, അതിനോട് അവർ പിന്നെ ഈ നന്ദികേട് പ്രകാശിപ്പിച്ചത് അതാണ്. വജഅൽനാ ബൈനഹും وبين القرى التي باركنا فيها قرى ظاهرة وقدرنا فيها السير سيروا فيها ليالي وأياما آمنين فقالوا ربنا باعد بين أسفارنا وظلموا أنفسهم فجعلناهم أحاديث ومزقناهم كل ممزق إن في ذلك لآيات لكل صبار شكور. الله പറയുന്നു വജഅൽന, നാം നിശ്ചയിച്ചു, ബൈനഹും അവർക്കിടയിലും, വബൈനൽ ഖുറ കറിയകൾക്കിടയിലും, അവർക്കിടയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഹ്ലു സബ നാട്ടുകാർക്ക്. സബ നാട്ട് എവിടെയാണ്? സബ എവിടെയാണ്? യമനിലാണ് സബ. ഈ അഹ്ലു യമൻ മുഴുവല്ല, യമനിലെ അഹ്ലു സബ, യമനിലെ അഹ്ലു സബ, ഇവർക്കിടയിലും വബൈനൽ ഖുറ അല്ലത്തി ബാറക്നാ ഫിഹ, അൽ ഖുറ എന്ന് പറഞ്ഞ നാടുകൾ, അല്ലത്തി എങ്ങനെയുള്ള നാടുകൾ, അള്ളാഹു പറയുന്നത് ബാറക്ന, നാം ബർക്കത്തരുളി ഫിഹ, ആ നാടുകളിൽ. അപ്പം നാം ബർക്കത്തരുളിയതായ നാടുകൾക്കിടയിലും, ആ നാട് കൊണ്ട് ഉദ്ദേശിക്കുന്ന ആരാണ്? അള്ളാഹു ബർക്കത്തരുളിയ നാട് ഷാം. നമ്മുടെ വിശുദ്ധ ഖുർആനിൽ പല വചനങ്ങളിൽ പറയുന്നുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഷാമിനെ കുറിച്ച്. ഷാം എന്താണ്? അള്ളാഹു ബർക്കത്തരുളിയ നാടാണ്. ഉദാഹരണത്തിന് സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. അല്ലേ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഹിജറയെ കുറിച്ച് പറയുമ്പോൾ പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇലൽ അർദില്ലത്തി ബാറക്നാ ഫിഹ, നാം ബർക്കത്ത് നൽകിയ നാട്ടിലേക്ക്, ഷാമിലേക്ക് പോയി എന്നാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇറാഖുകാരനാണ്. ഇറാഖിനെ കുറിച്ച് കെൽദാനികളുടെ നാട് എന്ന് പറയുക ഇറാഖ്. അവിടെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചത്. പക്ഷേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ എന്ത് ചെയ്ത്, ഇറാഖിൽ നിന്ന്, ജന്മനാട്ടിൽ നിന്ന് പലായനം ചെയ്തത് അള്ളാഹു ബർക്കത്തരുളിയ കനാനികളുടെ നാടായ ഷാമിലേക്കാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പലവിധ അനുഗ്രഹങ്ങൾ, ബർക്കത്തുകൾ ചൊരിഞ്ഞ നാടുകൾ, അതാണ് ഷാം. ഷാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശാലമാണ്. ഇന്നത്തെ ഷാം പോലെയല്ല. ഷാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫലസ്തീൻ അതിൽപ്പെട്ട്, അതാണ് ഫലസ്തീൻ അതിൻ്റെ കേന്ദ്രം എന്ന പോലെ. പിന്നെ ഇന്നത്തെ ജോർഡാൻ, സൂരിയ, ലബനാൻ, ഇതൊക്കെ കൂടിയതാണ് എന്ത്, പണ്ടത്തെ ഷാം. അപ്പോൾ അള്ളാഹു പറയുന്നത് വജഅൽനാ ബൈനഹും, യമനിലുള്ള സബ നാട്ടുകാർ അവർക്കിടയിലും, വബൈനൽ ഖുറ, ഈ ഷാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കറിയകളാണ്,
കുറേ പട്ടണങ്ങളാണ്, കുറേ നാടുകളാണ്. ആ നാടുകൾക്കിടയിലും നാം ആക്കി എന്നാണ് അള്ളാഹ് പറയുന്നത്. ഈ നാടുകളെ കുറിച്ച് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു വസ്ഫ് പറഞ്ഞത് അല്ലത്തി ബാറക്നാ ഫീഹ. ഈ അൽ ഖുറ എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹു നമ്മളതിൽ എന്ത് ചെയ്തിട്ട് ബർക്കത്ത് ഏകിയിട്ടുണ്ട് എന്ന് പറയുന്നത്. എന്താണ് ഈ ഷാമിന് നൽകിയ ബർക്കത്ത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ പിന്നെ ജെയ്ത്തൂനെ കുറിച്ച് പറഞ്ഞത് തന്നെ മതി. എന്താ എവിടെ ഷാമിലെ ജെയ്ത്തൂനെ കുറിച്ച് പറഞ്ഞത്? അള്ളാഹു നൂറു സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫിഹാ മിസ്ബാഹുൽ മിസ്ബാഹു ഫി സുജാജ അസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുർരി യൂഖദ് മിൻ ഷജറത്തിൻ മുബാറകത്തിൻ സൈത്തൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ. അവിടെ ഷജറത്തിൻ മുബാറകത്തിൻ സൈത്തൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ എന്ന് പറയുന്നത് സൈത്തൂന് ഇവിടെ വിളയുന്ന സൈത്തൂനാണ്. അതുകൊണ്ടാണ് ലാ ശർഖിയ്യ വലാ ഗർബിയ്യ എന്ന് പറഞ്ഞത്. പണ്ഡിതന്മാരങ്ങനെ വിശദീകരിച്ചത്. ബിലാശക് ഷാമിൽ പല നബിമാരുടെയും ഉദയം എവിടെയാണ്? ഷാമിലാണ്. നബിമാരുടെ അസ്തമയവും ഷാമിലാണ്. നബിമാർ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഏറെക്കുറെ എവിടെയാണ്? ഷാം നാട്ടിലാണ്. പിന്നെ ഷാം എന്ന് പറഞ്ഞെങ്കിൽ പണ്ട് കാലം മുതലെയോ എത്രയോ അവിടെയാണ് അൽ മസ്ജിദുൽ അഖ്സ ഉള്ളത്. നബിമാരുടെ പിന്നെ ദൈവത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്ന നാട് ഷാമാണ്. പിന്നെ നമ്മൾ ഷാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രങ്ങൾ വായിച്ചിട്ടുണ്ട് എങ്കിൽ എത്രയോ സംസ്കാരങ്ങൾ, നവജാഗരണ പ്രവർത്തനങ്ങൾ, വരേണ്യർ, അതേപോലെ തന്നെ നബിപുങ്കവന്മാരുടെ അനുയായികളൊക്കെ ഈശാവുമായി ബന്ധപ്പെട്ടാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വായിക്കുമ്പോൾ, അതേപോലെ തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ഷാമിലേക്ക് പിന്നെ അവസാന സമയം സൈനായിലേക്ക് എത്തി എന്നുള്ളതുണ്ട്. പക്ഷേ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തലമുറക്കാരായിട്ടുള്ള ആളുകൾ, നബിമാരുടെയൊക്കെ നിയോഗം ഏറെക്കുറെ ഷാമിലാണ്. വലിയ അനുഗ്രഹങ്ങൾ. ഇനി തുടക്കം ഉണ്ടല്ലോ, തുടക്കം നമ്മൾ ലോക ചരിത്രത്തിൻ്റെ തുടക്കം വായിക്കുമ്പോഴൊക്കെ മക്കയുമായി ബന്ധപ്പെട്ടൊക്കെ ചരിത്രങ്ങൾ കുറേ വായിക്കും. പക്ഷേ നമ്മൾ ലോകാവസാനവുമായി ബന്ധപ്പെട്ട ചരിത്രം വായിക്കുമ്പോൾ ഷാമാണ്. ആളുകൾ പിന്നെ ആശ്രിതമാകലും അവലംബമാകലും ഷാമിലേക്കാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഷാമിനെ ആശ്രയിക്കണം എന്നൊക്കെ, അലൈക്കും ബിഷാം, നിങ്ങൾ ഷാമിലേക്ക് ആശ്രിതരാകണം എന്നൊക്കെ അന്ത്യനാളിൻ്റെ വലിയ പിത്തനകൾ വരാനിരിക്കുന്ന സമയവുമായൊക്കെ ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ബൈനഹും അവർക്കിടയിൽ, സബകാർക്കിടയിൽ, വബൈനൽ ഖുറല്ലത്തി ബാറക്നാ ഫിഹാ, നാം ബർക്കത്തരുളിയ നാടുകൾ അവർക്കിടയിലും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷാമാണ്. ഇടയിൽ നാം ഉണ്ടാക്കി. എന്തിനുണ്ടാക്കി? അതാണ് ഖുറൻ ബാഹിറത്തൻ. ഖുറൻ ബാഹിറത്തൻ. ഇതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറേ കറിയകൾ ഉണ്ടാക്കിയെന്നാണ്. കുറേ കറിയകൾ. എന്തിനാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ കുറേ കറിയകൾ ഉണ്ടാക്കി? ആ കറിയൻ്റെ പ്രത്യേകത എന്താ? ഖുറൻ ബാഹിറത്ത് എന്നാണ്. ബാഹിറത്ത് എന്നാണ് എന്താ? പ്രകടമായ കറിയകൾ, പ്രകടമായ ബാഹിറത്തായ കറിയകൾ. ഈ ബാഹിറത്തായ കറിയകൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്തിനാണ് ഈ കറിയകൾ ഉണ്ടാക്കിയെന്നുള്ളതാണ്. എന്തിനാണ് ഈ കറിയകൾ ഉണ്ടാക്കിയത്? ഇവക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കറിയകൾ ഉണ്ടാക്കിയത്, യമനിൽ നിന്ന് ഒരാൾ ഷാമിലേക്ക് പോവുകയാണെങ്കിൽ എത്ര വഴിദൂരമുണ്ട്? അന്നത്തെ കണക്ക് പ്രകാരം 2 മാസത്തെ വഴിദൂരമുണ്ട്. 2 മാസത്തെ വഴിദൂരമുണ്ട്. ഈ 2 മാസത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ മാതിരിയല്ല കേട്ടോ. അന്നത്തെ കാലത്തെ വഴി യാത്രാമൃഗം ഒട്ടകം, അല്ലെങ്കിൽ സ്പീഡിൽ പായുന്ന കുതിര, മിക്കവാറും ഒട്ടകങ്ങളാണ്. അപ്പം അങ്ങനെ ഒരു വാഹനപ്പുറത്ത് കയറിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള വഴിദൂരം വളരെ ദൂരമാണ്. ഇന്ന് നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ മക്കത്തേക്ക് പോവുകയാണെങ്കിൽ ഈ മഹത്തകളില്ലെങ്കിൽ എന്താ അവസ്ഥകളായി ചോക്കി? ഇടയിൽ മഹത്തകളുണ്ടല്ലോ, പെട്രോൾ സ്റ്റേഷനുകളില്ലെങ്കിൽ എന്താ അവസ്ഥ? ഇതുപോലെയായിരുന്നു അന്ന് ഇടയിൽ കറിയകളില്ലെങ്കിലുള്ള അവസ്ഥ. കറിയകൾ ആയാൽ പോരാ, ഈ കറിയകൾ ഉണ്ടല്ലോ അത് ബാഹിറത്തല്ല എങ്കിൽ അന്ന് പെട്രോൾ അടിക്കണ്ട. പക്ഷേ ആളുകൾക്ക് പെട്രോൾ അടിക്കണ്ടേ? വാഹനങ്ങൾക്ക് പെട്രോൾ വേണ്ട, പക്ഷേ ആളുകൾക്ക് പെട്രോൾ വേണ്ടേ? പിന്നെ ഈ യാത്രാമൃഗങ്ങളാണ്, അതിന് പെട്രോൾ വേണ്ടേ? അത് അതിന് എന്ത് ചെയ്യും? ഇത് നീണ്ടു കിടക്കുന്ന മരുഭൂമിയാണ്. തലക്ക് മുകളിൽ ശൂന്യാകാശം, താഴെ മരുഭൂമിയാറല്ലേ? അതാണ് അവസ്ഥ. അപ്പോൾ അന്ന് കാലങ്ങളിൽ ഈ യാത്ര അത്യന്താപേക്ഷിതാണ്. കൊള്ളക്കൊടുപ്പുകൾക്ക് സാർത്ഥവാഹക സംഘങ്ങളുടെ പ്രയാണം അത്യന്താപേക്ഷിതാണ്. അതില്ലാതെ ജീവിതം അസാധ്യമാണ് അന്ന്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനാണ് കറിയകളെ വെച്ചത്. ഇടയിൽ കറിയകളെ വെച്ചത്. സബയിൽ നിന്ന് ഒരാൾ പോയാൽ അയാൾക്ക് ഉച്ച ഉറങ്ങാൻ ഒരു കറിയയിലെത്തും. ചില
അയാൾക്ക് അടുത്ത സമയം വിശ്രമിക്കാനാകുമ്പോഴത്തേന് വേറൊരു കറിയയിലെത്തും, അന്തി ഉറങ്ങാൻ വേറൊരു കറിയയിലെത്തും. പിന്നെ അയാൾക്ക് അങ്ങനെ അയാളുടെ യാത്രയെ ചിട്ടപ്പെടുത്താൻ പറ്റും. ഒരു ദിനം തന്നെ ഉച്ച ഉറങ്ങാൻ, പിന്നീടൊന്ന് വിശ്രമിക്കാൻ, പിന്നെ അന്തി ഉറങ്ങാൻ ഉണ്ട്. ഒരു ദിനം 2 കറിയകൾ അല്ലെങ്കിൽ 3 കറിയകൾ. അങ്ങനെ ഷാമിൻ്റെയും യമൻ്റെയും ഇടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കറിയകളെ നിശ്ചയിച്ചു. ആ കറിയകളിൽ വെറുതെ കറിയ ഉണ്ടായാൽ പോരാ, കറിയകൾ എന്ത് വേണം? അവിടെ വീടുകൾ വേണം. വീടുകൾ ആളുകളുടെ വീടുകൾ ആളുകൾക്ക് പാർക്കാൻ വേണ്ടേ? പിന്നെ എങ്ങനത്തെ വീടുകളാണ് വേണ്ടത്? സത്രങ്ങൾ വേണം. സത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലാണ് എന്ത് ചെയ്യുക, അവിടെ ആളുകൾക്ക് യാത്രക്കാർക്ക് പോയിട്ട് പാർക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വീടുകൾ. ഈ ആളുകൾക്ക് ഉപയോഗിക്കാൻ വെള്ളം വേണ്ടേ? ഇവിടെ കിണറുകൾ. ആളുകൾക്ക് കഴിക്കാൻ ഭക്ഷണം വേണ്ടേ? അതിനുള്ള വകുപ്പുകൾ. ഈ കറിയ എന്ന് പറഞ്ഞെങ്കിൽ കേവലം ഒരു ഗ്രാമമല്ല കറിയ, ശരിക്ക് കറിയ പട്ടണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കറിയ എന്ന് ഗ്രാമത്തിന് പറയും, പക്ഷേ നമ്മൾ ഈ റീഫ് എന്നൊക്കെയാണ് കുഗ്രാമങ്ങൾക്ക് പറയാം. കറിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിൽ ഏറെക്കുറെ അള്ളാഹു സുബ്ഹാനഹു വ തആല വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ, അഹ്ലുൽ ഖുറ. അതേപോലെ തന്നെ ഇപ്പം മക്കയെക്കുറിച്ച് ഉമ്മുൽ ഖുറ എന്ന് പറഞ്ഞില്ലേ, കറിയകളുടെ മാതാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാമങ്ങളുടെ മാതാവ് എന്നല്ല, പട്ടണങ്ങളുടെ മാതാവ് എന്ന് പറഞ്ഞില്ല. കറിയ പട്ടണങ്ങൾക്ക് പറയും, പട്ടണങ്ങൾക്കാണ് പറയുക. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സബകാർക്കും ഷാമുകാർക്കും ഇവർക്കിടയിൽ ധാരാളം കറിയകൾ ഉണ്ടാക്കി. ആ കറിയകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താമസ സ്ഥലങ്ങളാണ്. ആ കറിയകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിണറുകൾ ഉള്ള സ്ഥലങ്ങളാണ്. അവിടെ കൃഷിയാണ്. അവിടെ പഴങ്ങളും ഫലങ്ങളൊക്കെ ആയിട്ട് ധന്യമാണ്. ഇതൊക്കെ കൂടിയതാണ് ഒരു കറിയ. ഇതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവർക്കിടയിൽ ഉണ്ടാക്കിയതാണ്. അത് എന്തിനു വേണ്ടി? സബകാർ പ്രത്യേകിച്ച് ഷാമിലേക്ക് പോകുമ്പോൾ അവർക്ക് നിർഭയരായി യാത്ര ചെയ്യാൻ. പിന്നെ ഇവിടെ പ്രശ്നം ഈ കറിയകളുടെ പ്രത്യേകത, അള്ളാഹു അതിനെ ഖുർആൻ ബാഹിറത്താക്കി. ബാഹിറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴിപോക്കന്മാർക്ക് വിട്ടുന്ന് കാണാൻ പറ്റും. ഇന്നാണ് സിഗ്നലും കാര്യങ്ങളൊക്കെ, കാര്യങ്ങളൊക്കെ. അന്ന് എന്ത് സിഗ്നലാണ്? ഇന്ന് തന്നെ സിഗ്നലില്ലെങ്കിൽ നമ്മൾ വണ്ടിയിൽ എത്ര തെണ്ടും. പക്ഷെ അന്ന് സിഗ്നലില്ല. പക്ഷേ സിഗ്നൽ എന്താണ്? ഈ കറിയകൾ തന്നെയാണ്, വിട്ടുന്ന് തന്നെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഖുർആൻ ബാഹിറത്തൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. പണ്ട് കാലങ്ങളിലൊക്കെ യാത്രാ സംഘങ്ങൾ വരുമ്പോൾ മലൻ്റെ മുകളിൽ തീ കത്തിക്കലാണ്. അത് നമ്മളെവിടെ വായിക്കുക? അത് വായിക്കൽ ഈ ഔദാര്യവാന്മാരായ ദാനധർമ്മം ശീലിച്ച ആളുകൾക്കിടയിലാണ് വായിക്കുക. അവരെന്ത് ചെയ്യും? തീ കത്തിക്കും. തീ കത്തിക്കണത് എന്തിനാ? ആളുകൾ യാത്രാ സംഘം പോകണമെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂ, ഇവിടെ ഭക്ഷണം ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അന്ന് എന്ത് സിഗ്നലാ? ആളുകളുടെ മാനത്ത് നോക്കിയിട്ടാണ് പോവുക, നക്ഷത്രങ്ങളെ നോക്കിയിട്ട്, ദിക്ക് നോക്കിയിട്ട് നക്ഷത്രം നോക്കിയിട്ടാണ് പോവുക. ഇപ്പം എല്ലായിടത്തും ഇരുട്ടാണ്, ഒന്നും അറിയാനുള്ള അടയാളങ്ങളോ അല്ല. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും? ഹാത്തിമുത്തായിൻ്റെ ഒക്കെ ചരിത്രം വായിക്കുമ്പോൾ മലിൻ്റെ മുകളിൽ എന്ത് ചെയ്യും? തീ കത്തിക്കും. അപ്പോൾ ആ തീ കണ്ടിട്ടാണ് എന്ത് ചെയ്യുക? പോവുക. ഉമർ റളിയല്ലാഹു തആല അൻഹു ഉമ്മുൽ ബനീൻ ഉണ്ടല്ലോ, എത്തിയും കുട്ടികളെയും അവരുടെ ഉമ്മനെയും പോയി കാണുന്നത് എന്ത് പറഞ്ഞിട്ടാ? തീ കാണുന്നുണ്ട്, നമുക്ക് പോയി ഒക്കെ യാത്രാ സംഘം. അത് സിഗ്നലാണ്. എന്താ പ്രശ്നമുണ്ട്? അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു ആ തീ കണ്ടിട്ട് പോണത്. അല്ലാതെ അന്ന് ഒരു കൂട്ടരുടെ അവസ്ഥ അറിയാൻ, അല്ലെങ്കിൽ ഒരു കൂട്ടർ അറിയാൻ വേറെ സിഗ്നലുകളില്ല, അടയാളങ്ങളില്ല. അതായിരുന്നു അന്നത്തെ സ്ഥിതിവിശേഷം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇടയിൽ കറിയകൾ ഉണ്ടാക്കിയെന്നല്ല, പിന്നെ കറിയയുടെ പ്രത്യേകത ബാഹിറത്തായ കറിയകളാണ്, ആളുകൾക്ക് വിട്ടുനിന്ന് നോക്കിക്കാണാവുന്ന കറിയകളാണ്. പിന്നെ ചിലർ പറഞ്ഞ് ഖുർആൻ ബാഹിറത്ത് എന്നുണ്ടെങ്കിൽ ദാത്ത് സുൽത്താൻ, അധികാരമുള്ള കറിയകൾ എന്നാണ്. അധികാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിവുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വിശാലമായ മരുഭൂമിയാണ്. കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഈ മരുഭൂമിയുടെ വിജനതയിൽ ഒരു കറിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും കൊള്ളക്കാരുടെ ഭരണത്തിന് കീഴൊതുങ്ങാം, കൊള്ളക്കാർക്ക് അതിനെ കീഴ്പ്പെടുത്താം. മനസ്സിലല്ലേ? പക്ഷെ കൊള്ളക്കാർക്കും അതേപോലെ കള്ളന്മാർക്കും ഇനി അവിടെയുള്ള വന്യമൃഗങ്ങൾക്കൊന്നും അതിക്രമിക്കാൻ കഴിയാത്ത വിധമുള്ള കറിയ. അതാണ് ഖുർആൻ ബാഹിറത്തൻ. മനസ്സിലായോ? പറയുന്നത് മനസ്സിലാവേണ്ടത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സബഅ് ഗോത്രത്തിന് നൽകിയ അനുഗ്രഹങ്ങൾ നിഅമത്തിൽപ്പെട്ടതാണ്. ഇവർക്കിടയിലും അൽ ഖുറൻ ലദീ തീ ബാറക്നാ ഫിഹാ, ഷാമിനിടയിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ബാഹിറത്തൻ അതിനെ നിശ്ചയിച്ചു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ കാണാം, സബയിൽ നിന്ന് ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് യാതൊരു പേടിയില്ല ഇവിടെ എത്താൻ, ഷാമിലെത്താൻ. ശത്രുവിനെ പേടിക്കണ്ട,
വന്യമൃഗങ്ങളെ പേടിക്കണ്ട, കള്ളന്മാരെ പേടിക്കണ്ട, വിശപ്പ് പേടിക്കണ്ട. കണ്ടാ, അതാണ് ഇവിടെ ആമിനീൻ എന്താ പറയുന്നുണ്ട്. ഇതൊന്നും പേടിക്കണ്ട. കാരണം എന്താ, കറിയകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. നോക്കി ഇവിടെ അള്ളാഹു തുടർന്ന് പറയുന്നത് വഖദ്ദർനാ ഫീഹ സൈർ. എന്താ വഖദ്ദർനാ ഫീഹ അസൈർ. ഖദ്ദർന എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയുന്നത് ഞാൻ നിർണയിച്ചു, കണക്കാക്കി, ഫീഹ ഈ കറിയകളിൽ, അസൈർ, സൈർ എന്ന് പറഞ്ഞാൽ സഞ്ചാരം, യാത്ര. ഈ യാത്രയെ നാം നിർണയിച്ചു എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹു ഈ കറിയകളെ നിശ്ചയിച്ചത് ഇവർ രാവിലെ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉച്ചയ്ക്ക് വിശ്രമിക്കാൻ പറ്റിയ രീതിയിൽ, പിന്നെ ഉച്ചവിശ്രമം കഴിഞ്ഞിട്ട് അവർ പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വിശ്രമിക്കാൻ പറ്റിയ രീതിയിൽ, പിന്നെ വൈകുന്നേരം അവർ പോയിട്ട് യാത്രയായിട്ടുണ്ടെങ്കിൽ രാത്രി അന്തി ഉറങ്ങാൻ പറ്റിയ രീതിയിൽ, അങ്ങനെയായിരുന്നു. ഇത് ദിനംപ്രതി വേണം. 2 മാസമൊക്കെ വഴിദൂരമുള്ള ഈ യാത്രാ ദൂരത്തിൽ എത്ര കറിയകളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടാവും, എത്ര ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതാണ് വഖദ്ദർനാ ഫീഹ സൈർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഈ ഖുർആൻ ദാഹിറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൈറിനെ നിശ്ചയിച്ചു. ഇവർക്ക് രാവിലെ പുറപ്പെട്ട് വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനൊക്കെ തരപ്പെട്ട രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല യാത്ര അതിൽ നിശ്ചയിച്ചു, നിർണയിച്ചു എന്നാണ് അവിടെ പറയുന്നത്. എന്ന് മാത്രമല്ല, അള്ളാഹു അവർക്ക് നബിമാരെ അയച്ചില്ലേ, ആ നബിമാരിലൂടെ അള്ളാഹു അവർക്ക് വഹ്യ് നൽകി. എന്താണ് ആ വഹ്യ്? സീറു ഫീഹാ ലയാലിയ വ അയ്യാമൻ ആമിനീൻ. സീറു, നിങ്ങൾ സഞ്ചരിച്ചു കൊള്ളുക. ഇവരോട് പറഞ്ഞാണത്, സഭകാരോട് പറഞ്ഞതാണ്. സീറു, നിങ്ങൾ സഞ്ചരിച്ചോളി. നബിമാരിലൂടെ നമ്മൾ ഇവരിലേക്ക് നബിമാർ വന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ, 12ഓളം നബിമാർ വന്നിട്ടുണ്ട് സഭയിലേക്ക്. 12ഓളം നബിമാർ വന്നിട്ടുണ്ട്. ഈ നബിമാരിലൂടെയാണ് അള്ളാഹു അവരോട് പറഞ്ഞത്. നമ്മൾ സഭയിൻ്റെ തുടക്കത്തിൽ പറഞ്ഞില്ല, ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ ജന്നത്തൈൻ അൻ യമീനി വശിമാൽ എന്ന് പറഞ്ഞത്. കുലൂ മിർ റിസ്ഖി റബ്ബിക്കും വഷ്കുറൂ ലഹു ബൽദത്തുൻ തയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ. കുലൂ മിർ റിസ്ഖി റബ്ബിക്കും, റബ്ബിൻ്റെ അന്നം തിന്നോളി എന്ന് അവരോട് ആരോടാ പറഞ്ഞത്? അള്ളാഹ് പറഞ്ഞതല്ലേ. ആരിലൂടെ പറഞ്ഞത്? നബിമാരിലൂടെയാണ് അത് പറഞ്ഞത്. അവരോട്, സബകാരോട് പറഞ്ഞതാണ് കുലൂ മിർ റിസ്ഖി റബ്ബിക്കും, റബ്ബിൻ്റെ റിസ്ക്കാണ് തിന്നോളിയും, വഷ്കുറൂ ലഹു, റബ്ബിനെ നന്ദി കാണിച്ചോളിയും. ഇതാരാ പറഞ്ഞത്? അവരിലേക്ക് വന്ന നബിമാരാണ്. ആ നബിമാർ അവരോട് പറഞ്ഞതാണിത്. സീറൂ ഫീഹ, ഈ കറിയകളിൽ നിങ്ങൾ സഞ്ചരിച്ചോളി. ലയാലിയ, ലയാലി എന്ന് പറഞ്ഞാൽ പകലോ, ലൈലത്തുൻ രാത്രി, ലയാലി രാത്രികൾ. അയ്യാമൻ, അയ്യാമൻ എന്ന് പറഞ്ഞാൽ പകലുകൾ. യൗമുൻ അയ്യാം, യൗം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിന് പറയും, പക്ഷേ രാത്രിയോടൊപ്പം യൗം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകലാണ് ഉദ്ദേശം. യൗമുൻ വലയില, യൗമുൻ വലയില, രാവും പകലും. എവിടെ നമ്മൾ യൗമുൻ വലയില വായിക്കൽ? അൽഫു ലൈല വലയില ഉണ്ട്. അതേതാ അൽഫു ലൈല വലയില? 1001 രാവുകൾ. അത് കഥകളല്ലേ. യൗമുൻ വലയില, യൗം വലയില നമ്മൾ വായിക്കൽ ഫിഖിൽ അല്ലേ. ഫിഖിൽ യൗമുൻ വലയില എന്താ? പല വിഷയങ്ങളിലെ, ഇപ്പോൾ ഹുഫ തടവുന്ന വിഷയത്തിലൊക്കെ യൗമുൻ വലയില എന്ന് പറഞ്ഞല്ലേ. സാധാരണ യൗമുൻ വലയിലാണ്, രാവ് പകല് രാവ് അല്ലേ, യൗമുൻ വല. ഇവിടെ ലയാലിയ അയ്യാമെന്നാണ്, രാവുകൾ. അയ്യാമൻ പകലുകൾ, ലൈലത്തുൻ ബഹുവചനാണ് ലയാലി, യൗമുൻ ബഹുവചന അയ്യാം, രാവുകളും പകലുകളും. സീറു ഫീഹ, ഈ ഖറിയകളിൽ നിങ്ങൾ സഞ്ചരിച്ചോളി. ആമിനീൻ, ആമിനീൻ എന്നാണ് നിർഭയരായി. ആമിനീൻ നിർഭയരായി, നിർഭയത്വമുള്ളവരായി. ഇവിടെ നോക്കിയേ, യൗമുൻ വലയില എന്നാണ് പ്രയോഗം സാധാരണ. ഇവിടെ എന്താ, ലൈലും വയവുമാണ്, ലയാലി വയ്യാം. എന്തിനാ ലയാലിയെ മുന്തിപ്പിച്ച്? ലയാലി എന്നതിനെ മുന്തിപ്പിച്ചു. അയ്യാമൻ വലയാലി എന്ന് പറയാതെ ലയാലി എന്നതിനെ എന്തിനാ മുന്തിപ്പിച്ച്? ഈ വഴിയാത്രയിൽ സുരക്ഷിതത്വം പകല കൂടുതൽ വേണ്ടതല്ല. ഈ അനുഗ്രഹം, ഈ നിയമത്ത്, അള്ളാഹു പറഞ്ഞ ഈ നിയമത്തുണ്ടല്ലോ, ഇത് പകലിലാണോ കൂടുതൽ ഒരാൾക്ക് വേണ്ടത്? അതല്ല, രാത്രിയാണ്. ഇത് യാത്രയിലെ നിർഭയത്വവും സുരക്ഷിതത്വവും അള്ളാഹു നൽകിയതാണ്. അത് കൂടുതൽ വേണ്ടത് രാവുകളിലാണ്. അതുകൊണ്ടാണ് രാവിലെ അള്ളാഹു പറഞ്ഞത് സീറു ഫിഹ ലയാലിയ എന്ന് രാത്രികളെ മുന്തിപ്പിച്ചത്. വ അയ്യാമൻ, പകലുകളും. പകലും രാത്രി ഏറെക്കുറെ മരുഭൂമിയിൽ ഒരുപോലെ തന്നെയാണ്. പകലിലൊരു വെളിച്ചം ഇങ്ങനെ നല്ലോണ്ടാവും എന്നുള്ളതല്ലാതെ ചുറ്റുപാടും വിജനം തന്നെയാണ്. പക്ഷേ രാത്രി ആയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി എന്തായി, പിന്നെ മനുഷ്യന് ആ വെളിച്ചമില്ലാത്ത അവസ്ഥ വരുമ്പോൾ ഒന്നുകൂടി പേടിയായി. പക്ഷേ മരുഭൂമിയെ സംബന്ധിച്ചിടത്തോളം അത് ഇന്നും അങ്ങനെ തന്നെയാണ് അല്ലേ. മരുഭൂമിയിൽ വലിയ പ്രതിസന്ധിയാണ്, ഭയങ്കര കൊള്ളയായിരിക്കും. അതുപോലത്തെ പിടിച്ചുപറി, തട്ടിപ്പ്, ഇതൊക്കെ മരുഭൂമിയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മരുഭൂമിയിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ
ഒരു ഇടയനെ ഉറനികളപ്പം അയച്ചില്ലേ, ഉറനികൾ വന്നു. അവർ റസൂലുള്ളാഹിനോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇസ്ലാം വേണമെന്നൊക്കെ പറഞ്ഞു വന്നു. അവർ കള്ളന്മാരായിരുന്നു, ശരിക്ക് കപടന്മാരായിരുന്നു. അവർ പിന്നെ ശരിക്കും മദീനയെ ആക്രമിക്കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. എന്നിട്ട് അവർ പറയാണ് റസൂലെ ഞങ്ങൾക്ക് ഇവിടെ ഈ മദീനയിൽ പറ്റണില്ല, ഞങ്ങൾക്ക് ആകെ ശരീരമാകെ പ്രശ്നമാണ്, അസുഖമാണ്. അപ്പോൾ റസൂൽ പറയാൻ ഇവിടെ നല്ല ഒട്ടകങ്ങളുണ്ട്, ആ ഒട്ടകങ്ങളായിട്ട് നിങ്ങൾ എന്ത് ചെയ്തോളി, മരുഭൂമിക്ക് പോയിക്കോളി. കാരണം അവർ മരുഭൂവാസികളല്ലേ, നിങ്ങൾക്ക് മദീനയിൽ പ്രയാസമാണെങ്കിൽ മരുഭൂമിക്ക് പോയിക്കോളി, ഒട്ടകങ്ങളുണ്ട്, ആ ഒട്ടകങ്ങളായിട്ട് പോയിക്കോളി, അതിൻ്റെ പാല് കറന്ന് നിങ്ങൾക്ക് കുടിക്കാം, പിന്നെ രോഗം മാറാൻ അതിൻ്റെ ബൗൽ ഉപയോഗിക്കാം, പോയിക്കോളി. നട്ട് ഇടയനെയും പറഞ്ഞയച്ചു, ഒട്ടകങ്ങളെയും പറഞ്ഞു. അവരെന്താ ചെയ്തത്, മരുഭൂമിയിലെത്തിയപ്പോൾ ഈ ഇടയൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ഇടയനെ കൊന്ന് മരുഭൂമിയിൽ തള്ളി. ആ മരുഭൂമിയിൽ ആ ചൂട് കിടന്നിട്ട് ആ ഇടയൻ മരിച്ച് ഇവർ ഈ ഒട്ടകങ്ങളെയും തൊളിച്ച് മുങ്ങി. ഈ ഒട്ടകങ്ങളായിട്ട് ഇവർ മുങ്ങി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഏറ്റവും വലിയ ശിക്ഷ റസൂലുള്ളാഹി കൊടുത്തത് ഇതാണ്. ഇതിനാണ് മുഹാറബ എന്ന് പറയുക. അവരും കണ്ണ് ചൂടാൻ പറഞ്ഞു, എന്നിട്ട് അവരും പിന്നെ മരുഭൂമിയിൽ തള്ളാൻ പറഞ്ഞു. വെള്ളം പോലും കിട്ടാതെ കല്ല് കപ്പിയാണ് അവർ പണി തീർന്നത്. റസൂലുള്ളാഹിയുടെ കാലത്ത് ഏറ്റവും വലിയ ശിക്ഷ അതായിരുന്നു. കാരണം ഈ ഒരു എരപ്പത്തര അവർ ചെയ്തത് കാരണത്താൽ. അലാക്കുല്ലി പിന്നെ ഞാൻ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പകലും മരുഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഭീതിതമായിട്ടുള്ള അവസ്ഥയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരാളുകൾക്കുണ്ടല്ലോ നൽകിയ നിഅമത്ത് പറയാണ്, സീറു ഫീഹാ ലയാലിയ വ അയ്യാമൻ, രാവുകൾ പകലുകൾ ഈ ഖറിയകളിൽ നിങ്ങൾ സഞ്ചരിച്ചു കൊള്ളുക, ആമിനീൻ, നിർഭയരായി. കള്ളന്മാരെ പേടിക്കണ്ട, കൊള്ളക്കാരെ പേടിക്കണ്ട. അതേപോലെ തന്നെ ശത്രുക്കൾ ഉണ്ടല്ലോ അന്ന് കാലങ്ങളിൽ, ഇവർക്ക് പ്രശ്നം ശത്രുക്കളാണ്. ശത്രുക്കളെ പേടിക്കണ്ട, വന്യമൃഗങ്ങളെ പേടിക്കണ്ട, വിശപ്പിനെ ഭയക്കണ്ട, ദാഹം ഭയക്കണ്ട. എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഖറിയകളിലൂടെ അവർക്ക് എന്ത് ചെയ്ത് നൽകി. അതാണ് അള്ളാഹു ഇവിടെ പറഞ്ഞത്, സീറു ഫീഹാ ലയാലിയ വ അയ്യാമൻ ആമീൻ. ഫഖാലു റബ്ബനാ ബാഇദ് ബൈന അസ്ഫാരിന വദലമു അൻഫുസഹും ഫജഅൽനാഹും അഹദീസ്. ഫഖാലു, അവർ പറഞ്ഞു, ഈ ഫാഉൽ ഫസീഹാൻ, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിച്ചിട്ട് ഇങ്ങനെ സീറു ഫീഹാ ലയാലിയ വ അയ്യാമിൻ ആമീനീൻ എന്ന് നബിമാരിലൂടെ അവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുകയും ചെയ്തിട്ട് അവരുടെ പ്രതികരണം, ഖാലു, അവർ പ്രതികരിച്ചു. എന്താ പ്രതികരിച്ച്, റബ്ബനാ ബാഇദ് ബൈന അസ്ഫാരിന. ഈ പ്രതികരണം ഒരു വിവരക്കേടിൻ്റെ, ജഹലിൻ്റെ പ്രതികരണമാണ്. പിന്നെ ഇതൊരു ദുൽമ്, തികഞ്ഞ അന്യായത്തിൻ്റെ പ്രതികരണമാണ്. അവർ പറഞ്ഞു, റബ്ബന, ഞങ്ങളുടെ റബ്ബെ, ബാഇദ് ബൈന അസ്ഫാരിന. ബാഇദ് എന്ന് പറഞ്ഞാൽ എന്താ? ബാഇദ്, നീ അകറ്റണമേ, നീ അകറ്റണമേ. ബൈന അസ്ഫാരിന, ഞങ്ങളുടെ സഫറുകൾക്കിടയിൽ, ഞങ്ങളുടെ സഫറുകൾക്കിടയിൽ. സഫർ, അസ്ഫാർ, യാത്ര. അസ്ഫാരിന, ഞങ്ങളുടെ യാത്രകൾക്കിടയിൽ. ഇവിടെ ശരിക്കും ഇത് മനസ്സിലാക്കണം കേട്ടോ. ഇത് മനസ്സിലാകുമ്പോഴാണ് അതിൻ്റെ ഒരു വിഷയം മനസ്സിലാകുക. ഇവർക്ക് എന്താണ് നമ്മൾ പറഞ്ഞ, ഇവിടെയൊക്കെ കറിയാണ്, ഇവിടെയൊക്കെ കറിയകളാണ്, ധാരാളം കറിയകൾ അള്ളാഹുട്ട്. ഇവരല്ലാനോട് പറയുന്നത് എന്താണെന്നറിയോ, ഞങ്ങളുടെ റബ്ബെ ബാഇദ് ബൈന അസ്ഫാരിന, ഞങ്ങളുടെ സഫറുകൾക്കിടയിൽ നീ ദൂരം ഉണ്ടാക്കണേ. സഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, രാവിലെ പുറപ്പെട്ടിട്ട് ഉച്ച വിശ്രമത്തിന് വരെ ഒരു സഫറാണ്. പിന്നെ അവിടുന്ന് അടുത്ത സഫർ, അടുത്ത വിശ്രമ സമയത്തേക്ക്, പിന്നെ അവിടുന്ന് അങ്ങോട്ട് അടുത്ത അതൊരു സഫർ, ഇങ്ങനെയാണ്. ഇവർ പറയാണ് ഞങ്ങൾക്ക് ഈ യാത്രൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണില്ല. യാത്രൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ എന്ത് വേണം, ആ സഫറു ഖിത്താഅത്തുൻ മിനൽ അദാബാണ്. യാത്രയിൽ എന്ത് വേണം, കുറച്ച് ടെൻഷൻ വേണം, യാത്രയിൽ കുറച്ച് ക്ലേശം വേണം. അപ്പോഴാണ് യാത്രൻ്റെ ടേസ്റ്റ്. യാത്രൻ്റെ ടേസ്റ്റ് കിട്ടണില്ല, എന്തുകൊണ്ട്, ഈ കറികളുള്ളത് കൊണ്ട്. അതുകൊണ്ട് ഇത് എന്ത് വേണം, കുറച്ച് അകറ്റണം. അടിക്കടി ഇത് കറിയ വേണ്ട. പിന്നെയോ ചില കറികളൊക്കെ ഒന്ന് പിന്നെ മാറ്റിയിട്ട് ഞങ്ങളുടെ യാത്രാ ദൂരം ദീർഘാക്കണം എന്ന് അവർ അള്ളാഹിനോട് പരിഹസിച്ച് പറഞ്ഞു എന്നാണ്. അള്ളാഹു കാക്കട്ടെ, അസ്തഗ്ഫിറുല്ലാഹ്. ഒന്നാലോചിച്ച് നോക്കി നിങ്ങൾ, റബ്ബന ബാഇദ് ബൈന അസ്ഫാരിന, ഞങ്ങളുടെ സഫറുകൾക്കിടയിൽ നീ ദൂരം ഉണ്ടാക്കണേ. ഞങ്ങൾക്ക് യാത്രൻ്റെ ഒരു ടേസ്റ്റ്, യാത്രൻ്റെ ഒരു പിന്നെ സുഖം കിട്ടണില്ല, വരണില്ല. ത്രില്ലല്ല അത്. യാത്രയിൽ എന്തുണ്ടാണ്, യാത്രയിൽ അതിൻ്റേതായ ഒരു യാത്രയെന്ന് അറിയണമല്ലോ, അത് വരുന്നില്ല. ഈ കറിയകൾ ഇങ്ങനെ പഠിച്ചോ തന്നതുകൊണ്ട് യാത്രയിൽ യഥേഷ്ടം തിന്നാൻ, യഥേഷ്ടം കുടിക്കാൻ, അതേപോലെ തന്നെ രാത്രിയിൽ ഉച്ചവിശ്രമത്തിന്, യാത്രയിൽ അന്ത്യവിശ്രമത്തിന്, യാത്രയിൽ ശത്രുവിനെ പേടില്ല, യാത്രയിൽ കള്ളന്മാരെ പേടില്ല. ഇത് ഒരു യാത്രേൻ്റെ ഒരു മൂഡ് കിട്ടണില്ല. അതുകൊണ്ട് ബാഇദ് ബൈന അസ്ഫാരിന എന്ന് അവർ പറഞ്ഞു. പക്ഷെ ഇന്നത്തെ മാതിരി അങ്ങനെ ഉണ്ടല്ലോ, ഒഴിച്ചെടുത്ത് പോകാൻ പറ്റണതല്ല ഇത്. പിന്നെ വഴി യാത്രക്കാർക്ക്, യാത്രാ മൃഗങ്ങൾക്ക് പോകാൻ പറ്റിയ വഴികൾ ഉണ്ടാക്കിയതുണ്ടല്ലോ,
അതിലൊക്കെ എന്താണ് ഈ സ്റ്റേഷനുകളാണ്, അതിനെ താണ്ടിയേ പോകാവൂ എന്നുള്ളതാണ്. ഇത് പിന്നെ ഇതോൽക്ക് വേണ്ടാഞ്ഞിട്ടല്ലല്ലോ, ഇത് വേണ്ടാഞ്ഞിട്ട് പറയണല്ല. പിന്നെയോ ഇതാ ദൂതന്മാരോടുള്ള അവരുടെ പരിഹാസ വർത്താനാണ്. ഇത് ദൂതന്മാരെ ഈ പറയുന്നത് സീറു ഫിഹ ലയാലിയ വയ്യാമൻ ആമീൻ അള്ളാഹു പറഞ്ഞനുസരിച്ച് അവരോടുള്ള പ്രതികരണമാണ് റബ്ബന ബാഇദ് ബൈന അസ്ഫാരിന. ദൂതന്മാർ ഇതൊക്കെ പറഞ്ഞിട്ട് അവരോട് പറയുന്നത് അള്ളാഹിനെ ഇബാദത്ത് എടുക്കാൻ ക്ഷണിക്കാനല്ലേ. ദൂതന്മാരുടെ ദൗത്യം എന്താ? യഥാർത്ഥ വഴി അള്ളാഹുവിലേക്ക് തെളിയിക്കലല്ലേ. അപ്പം അതിനോടുള്ള അവരുടെ പരിഹാസ വർത്താനാണത്. ബാഇദ് ബൈന അസ്ഫാരിന വദലമു അൻഫുസഹും വാവുൽ ഹാലാണ്. വലമു അൻഫുസഹും അവരവരോട് തന്നെ അന്യായം ചെയ്തുകൊണ്ടുള്ള വർത്താനാണ് ഈ പറയുന്നത്. വലമു അൻഫുസഹും അവർ തങ്ങളോട് തന്നെ അന്യായം ചെയ്തുകൊണ്ടുള്ള വർത്താനാണ്. അവർ അൻഫുസഹും തങ്ങളോട് തന്നെ വലമു അന്യായം ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് റബ്ബന ബാഇദ് ബൈന അസ്ഫാരിന. ഇത് അല്ലാഹു സുബ്ഹാനഹു തആല അകറ്റിയിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? ആർക്കതിൻ്റെ കെടുതി നഷ്ടം? അവർക്ക് തന്നെയാണ്. മാത്രമല്ല അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആനുകൂല്യം, ഈ സുഖം. ചില ഖിറാഅത്തുകൾ ഇവിടെ എന്താണെന്നറിയോ എന്നുള്ളിടത്ത് റബ്ബുന ബാഅദ എന്നാണ്, അല്ലെങ്കിൽ ബഊദ അങ്ങനെയുണ്ട്. റബ്ബുന ബാഅദ ബൈന അസ്ഫാരിന എന്നാണ്. അപ്പോൾ നോക്കിയാൽ അർത്ഥം നേരെ തിരിഞ്ഞു വരും. ബാഅദ എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങളുടെ റബ്ബ് അകലമാക്കി എന്നാണ്. ഞങ്ങളുടെ റബ്ബ് ബാഅദ ബൈന അസ്ഫാരിന, ഞങ്ങളുടെ സഫറുകൾക്കിടയിൽ ബാഅദ അകലം തീർത്തു എന്ന് പറഞ്ഞാൽ എന്താ? പഠിച്ചോന് ഇത് കുറച്ചും കൂടി അടുത്താക്കായിരുന്നു. ഇത് പഠിച്ച റബ്ബ് പിന്നെ മിസ്രികൾ അല്ല സഫറുള്ള ഇസ്രായേലിയർ പറഞ്ഞില്ലേ ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ എന്താ പറഞ്ഞത്? പിന്നെ ലൻ നസ്ബിർ അലാ തആമിൻ വാഹിദിൻ, ഞങ്ങൾക്ക് മന്നിൻ സൽവി മാത്രം പോരാ, പിന്നെയോ ഫദ്ഉ ലനാ റബ്ബക യുഖ്രിജ് ലനാ മാ തുംബിത്തുൽ അർളു മിൻ ബഖലിഹ വകിസാഇഹ വഫൂമിഹ വഅദസിഹ വബസലിഹ എന്നൊക്കെ പറഞ്ഞില്ലേ. ഞങ്ങൾക്ക് ഈ മന്നിൻ സൽവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം മാത്രമല്ല, പോഷണം എല്ലാം ആണ്, അത് മരുന്നൊക്കെയാണ്. പഠിച്ചവൻ അത് മാനത്തുനിന്ന് എന്ന പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ യഥേഷ്ടം നൽകി. അപ്പോൾ അവർ പറയാണ് ഞങ്ങൾക്ക് ഇതൊന്നുമല്ല, ഞങ്ങൾക്ക് റബ്ബ് ചീര വേണം, വെള്ളുള്ളി വേണം, ഞങ്ങൾക്ക് പരിപ്പ് വേണം, ഇതൊക്കെ പഠിച്ചവനോട് തരുന്നതല്ല. അതേപോലത്തെ വർത്താനാണ്. അതായത് ഞങ്ങളുടെ റബ്ബ് ഞങ്ങളുടെ യാത്ര ഉണ്ടല്ലോ ഇത് വളരെ ദൂരാക്കിയിട്ടുണ്ട്. ഇതെന്ത് വേണം? ഒന്നും കൂടി അടുപ്പിക്കണം, ഇനിയും കുറേ കറിയകൾ വേണം എന്നർത്ഥത്തിൽ. അങ്ങനെ ഇതിന് പിന്നെ അറിയപ്പെട്ട ഖിറാഅത്ത് അങ്ങനെ വന്നിട്ടുണ്ട്. റബ്ബുന ബാഅദ ബൈന അസ്ഫാരിന എന്ന നിലക്ക്. അവിടെ ബാഅദ ബൈന അസ്ഫാരിന എന്നുള്ളതാണ് ഖിറാഅത്ത്. റബ്ബന എന്നുള്ളിടത്ത് പിന്നെ റബ്ബുന എന്നുള്ള ഖിറാഅത്ത് എനിക്ക് അതിൽ ഒരു ഇത് ഉറപ്പില്ല. പക്ഷേ ഈ ബാഅദ എന്നുള്ളത് ഖിറാഅത്ത് വാരിദാണ്. അതിൻ്റെ ഉദ്ദേശം ഇതാണ്, ഞങ്ങളുടെ ഇത് കറിയകളുണ്ടല്ലോ ഇത് അകന്നു പോയി, ഇതിനിടയിൽ ഇനിയും കറിയകൾ വേണം എന്ന അർത്ഥത്തിൽ. പക്ഷേ പ്രസിദ്ധമായ ഖിറാഅത്ത് തന്നെയാണ് റബ്ബന ബാഇദ് ബൈന അസ്ഫാരിനാണ്. റബ്ബന ബാഇദ്, ഞങ്ങളുടെ റബ്ബെ ഞങ്ങളുടെ സഫറുകൾക്കിടയിൽ വളരെ എന്തായി പിന്നെ അകലം തീർക്ക്. കാരണം ഇത് കുറേ അടുത്ത് പോയി. ഒരു കളിയാക്കുകയാണ്, അള്ളാഹുവിനെ കളിയാക്കുകയാണ്. വദലമു അൻഫുസഹും, ഈ ദുആ അവർ നടത്തിയത് റബ്ബന ബാഇദ് ബൈന അസ്ഫാരിന എന്നുള്ള ദുആ അവർ നടത്തിയത് വലമു അൻഫുസഹും തങ്ങളോട് തന്നെ അവർ ദ്രോഹം ചെയ്തുകൊണ്ടാണ്, അന്യായം ചെയ്തുകൊണ്ടാണ് അവരത് ദുആ ചെയ്തത്. അള്ളാഹു പറയുന്നത് ഫജഅൽനാഹും അഹാദീസ്. ഫ എന്ന് പറഞ്ഞാൽ സബബിയാണ്. അത് കാരണത്താൽ ഈ ഒരു നന്ദികേടിൻ്റെ പ്രതികരണം അവരിൽ നിന്നുണ്ടായത് കാരണത്താൽ, അത് വാക്കാലും പ്രവൃത്തിയാലുണ്ട്. വാക്ക് ഇവിടെ അള്ളാഹു പറഞ്ഞു. അത് കാരണത്താൽ ജഅൽനാഹും, നാം ഈ സബകാരെ ആക്കി തീർത്തു. അഹാദീസ്. അഹാദീസ് എന്ന് പറഞ്ഞാൽ എന്താ? അഹാദീസ് എന്ന് പറഞ്ഞാൽ അഹാദീസ് എന്ന് എന്താ? വർത്തമാനം. ഒരാൾ പിന്നെ പറയുന്ന വർത്തമാനം എന്നാണ് ഹദീസ്. അഹാദീസ് എന്ന് പറയാം. നമ്മൾ പറയില്ലേ പിന്നെ സംസാര വിഷയം. ജഅൽനാഹും അഹാദീസ്, അതാണ് അവിടെ ഉദ്ദേശം. ഇവരെ ആളുകൾക്ക് അഹാദീസാക്കി മാറ്റി എന്നാണ്. അഹാദീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഹദീസ് വേറെ, അഹാദീസ് തന്നെയാണ്. ഹദീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതാണ്. മാ ഉസിറ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൗലിൻ ഔ ഫിഅലി ഔ തഖ്രീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന വാക്ക്, പ്രവൃത്തി, അംഗീകാരം, അതാണ് ഹദീസ്. അത് സാങ്കേതികമായിട്ട്. ഇവിടെ ഭാഷ അർത്ഥത്തിലാണ്. ഇവരെ അഹാദീസ് ആക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് സബ് ഗോത്രം ആളുകൾക്കൊരു അഹാദീസായിരുന്നു. എന്താ അഹാദീസ്? ഒരു കാലത്ത് സബ് ഗോത്രം അവരാരാണ്? അവിടെയാണ് എല്ലാം, അവർക്കാണ് എല്ലാം, ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്. നേരെ തിരിച്ച് എന്താ ഇതൊരു ഗുണപാഠത്തിൻ്റെ വർത്താനാക്കി. ആളുകൾക്ക്
നന്ദി കെട്ടവന് എന്ത് കിട്ടും എന്നതിൻ്റെ ഒരു ഗുണപാഠം അത് ദർശിക്കാനുള്ള വർത്തമാനമാക്കിയതാണ്. ഇങ്ങനെ ഒരു കൗമ് ഇവിടെ ഉണ്ടായിനി, സബ എന്നതിന് പേര്. പക്ഷേ ഓല് നന്ദി കെട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു ചെയ്തു. അത് കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു ഈ നാട്ടിൽ നിന്ന് അവരെ തുടച്ചു മാറ്റി. ഇവിടെ ഉണ്ടായിരുന്ന അനുഗ്രഹങ്ങൾ അള്ളാഹു പ്രളയത്തിൽ ഒഴുക്കി ഇങ്ങനെ ആളുകൾ പറയുന്ന രീതിയിലേക്ക് അവരെ മാറ്റി. എന്നിട്ട് ഇനി അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന അഹ്ലു ജാസിൽ അൽ കഫൂർ എന്ന് പറഞ്ഞേ, ഈ കഫൂറിന് വീണ്ടും എന്ത് ചെയ്യണം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ചരിത്രം കൊണ്ടുവരികയാണ്. എങ്ങനെയായിരുന്നു അവരുടെ കുഫുർ എന്നതിൻ്റേത് മനസ്സിലാക്കാൻ. ഈ വജാന അഹാദീസ് എന്നല്ലേ ആളുകൾക്ക് തഫറഖു ഐദി സബ എന്ന് പറയും. തഫറഖു ഐദി സഫർ സബ ഐദി സബ സബ ജനത ചിന്ന ഭിന്നമായതുപോലെ അവർ ചിന്ന ഭിന്നമായി എന്ന് പറയും. ആളുകൾ അറബിയിൽ പറയുന്നതാണ്. സബ ജനത ചിന്ന ഭിന്നമായതുപോലെ ആളുകൾ ചിന്ന ഭിന്നമായി എന്ന് പറയും. അറബിയിൽ അതൊരു പഴമൊഴി തന്നെ ഉണ്ടായി. അത് ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ പറയാം. അള്ളാഹു പറയാണ് ഇവരെ ആളുകൾക്കൊരു സംസാര വിഷയമാക്കി. വ മസ്സഖ്നാഹും അവരെ നാം തംസീഖ് ചെയ്തു. കുല്ല മുമസ്സഖ്, കുല്ല മുമസ്സഖ് എന്താ, എല്ലാ നിലക്കുമുള്ള ശൈഥല്യം, ഛിദ്രത, അങ്ങേയറ്റത്തെ ഛിദ്രത അറിയില്ലേ, അതാണ് ഇത്. നമുക്ക് വന്നില്ലേ മുമസ്സഖ്നാഹും കുല്ല മുമസ്സഖ് വന്നില്ലേ? ഇതിനു മുമ്പ് വന്നില്ലേ? നമ്മൾ അപ്പോൾ അവിടെ കിസറ തംസീഖ് ചെയ്തൊക്കെ പറഞ്ഞില്ലേ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തയച്ച കത്ത് ചീന്തിയതൊക്കെ പറഞ്ഞില്ലേ ആ കഥ. ഓ മസ്സഖ്നാഹും എന്ന് പറയുന്നത് നാം അവരെ ചിന്ന ഭിന്നമാക്കി. കുല്ല മുമസ്സഖ് എന്നാണ് എന്താ, അങ്ങേയറ്റത്തെ ശൈഥല്യം, അതിനവരെ വിധേയരാക്കി. അറബിയിൽ പറയും ഷദറ മദർ എന്നറിയും. ഷദറ മദർ എന്താ? ഷദറ മദർ അതാണ് തംസീഖ്. കുല്ല മുമസ്സഖ്. ഉസ്താദ് ചോദിച്ചു എന്നാണ് ഷദറ മദർ എന്താണെന്ന്. അപ്പോൾ കുട്ടി പറഞ്ഞു മദർ അറിയാം, ഷദറ അറിയില്ല എന്ന്. മദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറബിയിൽ മദർ, ഉമ്മിന് മദർ എന്നുള്ളതാണ് ഓ ഉദ്ദേശിച്ചത്. അതല്ല ഇവിടെ ശരിക്ക്. ഷദറ മദർ എന്ന് പറഞ്ഞെങ്കിൽ ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ സാദുൽ മആദ് എന്ന കിതാബുണ്ടല്ലോ, സാദുൽ മആദ് കണ്ടിട്ടുണ്ടോ? സാദുൽ മആദ് ലിസീറത്തി ഖൈരിൽ ഇബാദ്, റസൂലുള്ളാഹിൻ്റെ ചരിത്രമാണ് സാദുൽ മആദ്. ഇബ്നുൽ ഖയ്യിമിൽ നിന്ന് 4 വള്ളി 5 വള്ളിയായിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം യാത്രയിലാണ് അത് എഴുതിയത്. യാത്രയിൽ എഴുതിയ പുസ്തകമാണ് 4 വാള്യം നമ്മൾ വായിക്കണ പുസ്തകം. അപ്പോൾ ഇബ്നുൽ ഖയ്യിം അതിൻ്റെ ആമുഖത്തിൽ പറയേണ്ടത് യാത്രയിലാണ് ഇത് എഴുതുന്നത്, എൻ്റെ അതുണ്ടല്ലോ അത് ഷദറ മദറാണ് എന്ന് പറഞ്ഞാൽ എന്താ, ചിന്ത നാനാ വഹിക്കുവാണ്, യാത്രയിലാണ്. അപ്പോഴാണ് ഇത് എഴുതുന്നത്, പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. സാദുൽ മആദ് എഴുതുന്നത്. സാദുൽ മആദ് ഇന്ന് ഇവിടെയൊക്കെ പഠിപ്പിക്കപ്പെടുന്ന ഞങ്ങൾ ഈ അടുത്ത് വരെ പഠിച്ചുകൊണ്ടിരുന്നിരുന്നു ഇവിടെ ഈ സ്ഥാപനത്തിൽ. സാദുൽ മആദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ ഫിഖ് കൂടുതൽ പഠിക്കാൻ പറ്റിയ രീതിയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തെ ക്രോഡീകരിച്ച ഗ്രന്ഥമാണ് സാദുൽ മആദ്. അവിടെ അതിൻ്റെ ആമുഖത്തിൽ നമ്മൾ വായിക്കണതാണ് ഷദറ മദർ. നമ്മളുണ്ടല്ലോ ഈ ചിതറിയ ചിന്തകളിൽ അതിനാണ് പറയാം. അതാണ് ഇവിടെ വ മസ്സഖ്നാഹും കുല്ല മുമസ്സഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും അങ്ങേയറ്റം അവരെ ശിഥിലമാക്കി. ഈ സബഅ് ഗോത്രത്തെ എന്താ ഉണ്ടായത് അതാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്. ഞാൻ ഇതിലൊരു കഥ ഉണ്ട്. ആ കഥ ഞാൻ ഇൻഷാ അല്ലാഹ് പിന്നെ ഇമാം ഇബ്നു കസീർ താരീഖിൽ ഉദ്ധരിച്ചാണ്. ഞാനത് അടുത്ത ആഴ്ച പറയാം, കുറച്ച് സമയം വേണം അതെങ്ങനെ ഇതിൻ്റെ ഒരു ചരിത്രം മനസ്സിലാക്കാൻ. ഇവർ ഒരു വിഭാഗം ഒമാനിലേക്ക്, വേറൊരു വിഭാഗം ഷാമിലേക്ക്, ഇറാഖിലേക്ക്, ഈജിപ്തിലേക്ക്, അറേബ്യൻ ഉപദ്വീപിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, തിഹാമ അവിടുന്നടുത്തേക്ക് ഖുസാ ഗോത്രം, പിന്നെ ഔസ് ഖസ്റജ് അവിടേക്ക് എത്തിയത് യസ്രിബിലേക്ക്. ഇങ്ങനെ ഇവരെന്ത് ചെയ്തു, ഒരു നാട്ടിൽ തോളോടൊന്നിച്ച് ജീവിച്ചിരുന്നവർ. അത് എത്ര ഭാഗ്യമാണത്, ഒന്നിച്ച് കഴിയുക. അതന്നെ ഒരു വലിയ ഭാഗ്യമല്ലേ. പിന്നെ അവിടേക്ക് അവർക്കൊരു നയിപ്പില്ലാതെ എല്ലാവിധ അനുഗ്രഹങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുക, നല്ല കാലാവസ്ഥയിൽ സുഖവാസം. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ട് ചിതറിച്ചു എന്നുള്ളതാണ്. അതാണ് ഓ മസ്സഖ്നാഹും കുല്ല മുമസ്സഖ്. ആ കാലങ്ങളിലാണെന്ന് ഓർക്കണം. ഇന്നൊക്കെ ആണെങ്കിൽ സന്ധിക്കാൻ അവസരമുണ്ട്. ഇന്നൊരാൾ അമേരിക്കയിലാണെങ്കിലും കണ്ട് എപ്പോഴും ആശയവിനിമയവും വികാരങ്ങളൊക്കെ പങ്കുവെക്കാനുള്ള അവസരമുണ്ട്. അന്നാളുകളിൽ അങ്ങനെയല്ല. ശിഥിലമായാൽ ഖലാസ്, ഇനിയൊരു കണ്ടുമുട്ടൽ അസാധ്യം എന്ന പോലെയാണ്. അതൊന്ന് ആലോചിച്ച് നോക്കിയേ. സബയിലുള്ള ആൾ ഇറാഖിൽ, ഷാമിൽ, ഖസ്സാൻ, ജുദാം, പല ഗോത്രങ്ങൾ അറിയപ്പെട്ട ഈ അറേബ്യൻ ഗോത്രങ്ങൾ പലതും
നമ്മൾ അന്ന് പറഞ്ഞില്ല, ആ മാപ്പിൽ കണ്ടില്ലേ, ചിന്നിപ്പോയി എന്നുള്ളതാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയ വിഷയം. ഫജഅൽനാഹും അഹാദീസ്. അള്ളാഹു മുസ്തആൻ. അറബിയിലൊരു തത്തുണ്ടല്ലോ, എന്താ പറയുക, യദാക ഔകത വഫൂക നഫഖ് എന്ന് പറയും. യദാക ഔകത വഫൂക നഫഖ് എന്ന് പറഞ്ഞാൽ എന്താ, നിൻ്റെ കൈകളാണ് കെട്ടിയത്, നിൻ്റെ തൊള്ള കൊണ്ടാണ് ഊതിയത് എന്ന് പറഞ്ഞേ. അത് ഇവരുടെ വിഷയത്തിൽ ഞാൻ വായിച്ചതാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പണ്ട് ഒരു നാട്ടിൽ അവർക്കൊരു ദ്വീപുണ്ട്. ഈ നാട്ടിൽ നിന്ന് ദ്വീപിലേക്ക് എപ്പോഴും പോകുന്ന ആളുകൾക്ക് ജീവിതം അനിവാര്യമാണ്. അപ്പോൾ അന്നൊന്നും തോണി ഇതൊന്നുമില്ല ഈ നാട്ടുകാർക്ക്. അപ്പോൾ അവരെന്താ ചെയ്യുക, ഈ പിന്നെ ബലൂൺ പോലെയുള്ള ഒരു തോലിൽ ഊതലാണ്, തോൽ സഞ്ചിയിൽ ഊതും, കാറ്റ് നിറക്കും. എന്നിട്ട് അതിൻ്റെ വായ കെട്ടിയിട്ട് പിന്നെ ഈ തോൽ സഞ്ചി വെള്ളത്തിൽ ടൈമിലാണ് ഇത് ചെയ്യുക, യാത്ര. പണ്ട് കാലങ്ങളിലൊക്കെ അങ്ങനെയല്ലേ യാത്രകൾ, പിന്നെ അങ്ങനെയാണ് ചെയ്യുക. ഹബശയിലേക്ക് ഹിജറ മുസ്ലിങ്ങളുടെ ചരിത്രം വായിക്കുമ്പോൾ നേഗസ് ചക്രവർത്തിയെ ശത്രു ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ നേഗസ് ചക്രവർത്തി ആ ശത്രുവിനോട് യുദ്ധത്തിന് പോയപ്പോൾ മുസ്ലിമീങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടായി. കാരണം മുസ്ലിങ്ങൾക്ക് സഹായമായ ആളാണല്ലോ. അപ്പോൾ ഈ നേഗസ് ചക്രവർത്തിക്ക് എന്തെങ്കിലും അപായം പടഞ്ഞോ, ആർക്കാണ് യുദ്ധത്തിൽ പിന്നെ വിജയം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഹബശയിലേക്ക് ഹിജറ മുസ്ലിമീങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, കടലിൽ പോകുന്നുണ്ട്. സുബൈർ ബിൻ അവാമിന് ഇങ്ങനെ ഒരു ബീപ്പ് കൊടുത്തിട്ട് ഈ തോൽസഞ്ചിയിൽ ഊതി കാറ്റ് നിറച്ചിട്ട് അദ്ദേഹത്തെ വിടുന്നുണ്ട്. അതിൻ്റെ ചരിത്രമുണ്ട്. ഏതായാലും ഈ നാട്ടിലുള്ള ആളുകൾ ഇങ്ങനെയാണ്, തോലിൽ കാറ്റ് നിറച്ചിട്ട് അതിലൂടെ പോവുക ചെയ്യുക. അപ്പോൾ ഒരുത്തൻ എന്ത് ചെയ്ത്, ഒരു ദിവസം കുറച്ച് കാറ്റ് നിറച്ച്, എന്നിട്ട് അതിൻ്റെ വായ നേരിക്ക് കെട്ടിയില്ല. അയാൾ അലംഭാവായിട്ട് അങ്ങനെ ഇതിലായിട്ടാണ് നീന്തി കുറേ അങ്ങോട്ട് എത്തി, കടലിന് നടുക്ക് എത്തിയിട്ട് ഇവന് കാറ്റ് തീർക്കാനത് വരിഞ്ഞ് കെട്ടിയിട്ടില്ല, പിന്നെ വേണ്ടത്ര ഊതിയിട്ടുമില്ല. അപ്പോൾ കാറ്റ് ഒഴിഞ്ഞു പോകാൻ തുടങ്ങി, ഇവൻ മുങ്ങാൻ തുടങ്ങി. അപ്പോൾ അടുത്തവനോട് പറയാം, ഞാൻ ഇപ്പോൾ ചാകും. അപ്പോൾ പറഞ്ഞതാണ്, ഞാനെന്താ ചെയ്യുന്നത്, യഥാക്ക ഔക്കത്ത വഫൂക നഫഖ്, നിൻ്റെ കൈ കൊണ്ടാണ് നീ ഇതിൻ്റെ കെട്ടിയത്. വഫൂക നഫഖ്, നിൻ്റെ തൊള്ളാണ്ടാണ് ഊതിയത്. നീ കുറച്ച് ഊതി കെട്ടിയപ്പോൾ മുറുക്കി കെട്ടിയില്ല, അതുകൊണ്ട് ചാകാൻ വിളിച്ചതുകൊണ്ട് നീ ചത്തോന്ന് പറഞ്ഞു. അതേപോലെയാണ് ഇവർക്ക് ഉണ്ടായത്. യഥാക്ക ഔക്കത്ത വഫൂക നഫഖ്, സബബ് ഗോത്രത്തിന് സംഭവിച്ചാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജഅൽനാഹും അഹാദീസ് വമസ്സഖ്നാഹും കുല്ല മുമസ്സഖ് ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സബ്ബാരിൻ ശകൂർ. ഇന്ന ഫീ ദാലിക, ഇതിലുണ്ട്. ഏതിൽ? ഈ പിന്നെ സബയിൻ്റെ ഈ വർത്തമാനത്തിൽ, വിഷയത്തിൽ, ശിക്ഷയിൽ, ലആയാതിൻ, ഈ ദാലിക, ഇന്ന ഫീ ഹാദ എന്നല്ല പറഞ്ഞത്, പിന്നെ ദാലിക എന്നാണ് പറഞ്ഞത്. ദാലിക എന്ന് പറഞ്ഞാൽ എന്താ, ഇത് വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ് എന്നുള്ളത് ബോധിപ്പിക്കാനാണ് ഹാദ പ്രയോഗിക്കേണ്ടടുത്ത് ദാലിക പ്രയോഗിച്ചത്. ആയാത്തിൻ, ആയത്തുകളുണ്ട്. ആയാത്തിൻ, തൗക്കീദിനാണ്, ദൃഷ്ടാന്തങ്ങളുണ്ട്. ആർക്കുണ്ട്? ലിക്കുല്ലി സബ്ബാരിൻ ഷക്കൂരിൻ, എല്ലാ സബ്ബാറിനും ഷക്കൂറിനും. സബ്ബാർ ഏതിൽ നിന്നാ? സബ്ബാർ എന്ന് പറഞ്ഞിട്ടൊരു പഴമുണ്ടല്ലോ, തായിഫിലൊക്കെ ധാരാളമായിട്ട് വിളയും. ആ സബ്ബാറാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഈ കള്ളിമുൾച്ചെടിയിൽ ഇങ്ങനെ ഉണ്ടാവില്ലേ, അത് പിടിക്കാൻ പറ്റൂല, മുള്ളാണ്. അത് നല്ല ഹെൽത്തിയാണത് സംഭവം, നല്ല പഴമാണ്. പക്ഷേ അത് പറിക്കാനും പ്രയാസമാണ്, തൊലിക്കാനും പ്രയാസമാണ്. നിറച്ച് മുള്ളാണ്. ഇവിടെയൊക്കെ ഇടയ്ക്ക് കൊണ്ടുവന്നിട്ട് വിൽക്കും. അത് ചാക്കിട്ടിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പൊട്ടിച്ചിട്ടാണ് ചെയ്യുക. പിന്നെ അതിൻ്റെ മുള്ളൊക്കെ കൊണ്ടിന് വലിയ പ്രയാസമാണ്. അതിന് സബ്ബാർ എന്ന് പറയും. അത് ഇതുകൊണ്ടാണ്, കുറച്ച് സബ്ർ വേണം അതിന്. ഏതായാലും സബർ എന്നുള്ളതിൽ നിന്നാണ് സാബിർ, ക്ഷമിക്കുന്നവൻ. സബ്ബാർ എന്ന് പറഞ്ഞാൽ നന്നായി ക്ഷമിക്കുന്നവൻ. ഷക്കൂർ എന്നുള്ളത് ശുക്രിൽ നിന്നാണ്. ശുക്ർ. ഷാക്കിർ എന്ന് പറഞ്ഞാൽ നന്ദി കാണിക്കുന്നവൻ. ഷക്കൂർ എന്ന് പറഞ്ഞാൽ നന്നായി നന്ദി കാണിക്കുന്നവൻ. സബ്ബാരിൻ ഷക്കൂർ. വിശുദ്ധ ഖുർആനിൽ വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് പ്രയോഗം, ലിക്കുല്ലി സബ്ബാരിൻ ഷക്കൂർ. എവിടെ പറഞ്ഞേ? ഒന്ന് ലുക്മാനിലുണ്ട്, അലാക്കുല്ലിൻ. പിന്നെ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിക്കുല്ലി, എല്ലാ സബ്ബാർ, നന്നായി ക്ഷമിക്കുന്നവനും, ഷക്കൂർ, നന്ദി പ്രകാശിപ്പിക്കുന്നവനും. നമുക്ക് അടുത്ത ആഴ്ച ഓർമ്മിക്കണം. ഒന്ന് ഇതെങ്ങനെയാണെന്നുള്ള ഇതിൻ്റെ കഥ, ഒരു കഥ ഉണ്ട് ഇബ്നു കസീർ ബിദായയിൽ ഉദ്ധരിച്ചത്. പിന്നെ എന്തുകൊണ്ട് സബറും ശുക്റും, ഇത് രണ്ടും ഓരോരുത്താണ് എപ്പോഴും പറയുക അല്ലേ. സബർ പറഞ്ഞിടത്തൊക്കെ ഏറെക്കുറെ ശുക്റും പറയും. അതെന്തുകൊണ്ട്? പിന്നെ എന്തുകൊണ്ടാണ് സബ്ബാറിനും ഷക്കൂറിനും ആയത്? ഏറ്റവും നന്നായി ക്ഷമിക്കുന്നവനും ഏറ്റവും നന്നായി നന്ദി കാണിക്കുന്നവർക്കുമാണ് എന്ത് ഇതിൽ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞത്. അതെന്തുകൊണ്ട്? അത് രണ്ടും മൂന്ന് വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ്. ഒന്ന് കഥ, പിന്നൊന്ന് സബ്ർ ശുക്ർ, പിന്നൊന്ന് സബ്ബാറിനും ഷക്കൂറിനും എന്തുകൊണ്ട് ദൃഷ്ടാന്തം എന്നുള്ള വിഷയം നമുക്ക് അടുത്ത ആഴ്ച അത് ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഇൻഷാ അല്ലാഹ് ഇന്ന് ഉണർത്തണം അത്.
ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ. മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV ലൈറ്റ് ഫോർ ലൈഫ്.